ഹലോ, വാംകോ ഫാമിലിൻ്റെ ഒരു എപ്പിസോഡിലേക്കും കൂടി നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് ഒരു കവുങ്ങിന് എങ്ങനെ വളമിടാം. പല ആൾക്കാരും പല സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. എങ്ങനെ വളമിടാം, ഏത് വളമിടാം. ഞാൻ എല്ലാ തരം വളമിടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ ഈ നോക്ക്, കവുങ്ങിൻ്റെ മേട് ഇതിപ്പോൾ നമ്മൾ ജൈവ രീതി പിന്തുടരുന്നത് കൊണ്ട് ഇവിടെ ഫുള്ളിങ്ങനെ ഇതായിട്ടുണ്ട്. നല്ല മണ്ണിരയൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അല്ലാതെ പുല്ലുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായി പുല്ലൊക്കെ ഇങ്ങനെ ഫുള്ള് ചെത്തി ക്ലിയറാക്കിയതിന് ശേഷം കവുങ്ങിൻ്റെ തടം ഫുള്ള് വൃത്തിയാക്കുക. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഇതുപോലെയുള്ള വളമില്ല മണ്ണ് എടുത്ത് പുറത്തിടരുത്. ഇത് ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് തരിച്ചു കൊടുക്കുക. ഇങ്ങനെ തരിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ വേരൊക്കെ ഒന്ന് ഇളകി, അതിന് ശേഷം ഇത് ചുറ്റും ഇങ്ങനെ, ഞാനിപ്പോൾ ഒരു ഡമായത് കൊണ്ടാണ് ചുറ്റും ഇതേപോലെ കളച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ കുമ്മായം, ഇത് നമ്മളെ മണ്ണിൽ അസിഡിറ്റി ഉണ്ടാവും, അതായത് പുളിരസം. അപ്പോൾ അത് മാറാൻ വേണ്ടി നീറ്റുകക്കയുടെ ചുണ്ണാമ്പ് കുമ്മായമാണ് ഇത് നമ്മൾ ഒരു കവുങ്ങിന് ഏകദേശം ഒരു 250 ഗ്രാം മതി. നമ്മളിങ്ങനെ വിതറി കൊടുക്കണം ചുറ്റും. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ചുണ്ണാമ്പ് വിതറി കൊടുത്താൽ നമ്മൾ ഒരാഴ്ചയ്ക്ക് ശേഷം, അതായത് 7 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റേതൊരു വളവും നമ്മളതിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി, രീതി കാണിക്കാൻ വേണ്ടി മാത്രമായതുകൊണ്ട് നമ്മൾ ആദ്യം കുമ്മായം വിതറി. ഇപ്പോൾ 7 ദിവസം കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുന്നു. അതിന് ശേഷം നമ്മളെ തോട്ടത്തിൽ ജൈവവളം പിന്തുടരുന്നത് കൊണ്ട് നമ്മൾ ആദ്യമായി എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, വേപ്പിൻ പുണ്ണാക്ക്. ഇത് നല്ല വേപ്പിൻ പുണ്ണാക്കാണ്, ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് മുമ്പായിട്ടൊരു കാര്യം, ഇപ്പോൾ പല സ്ഥലത്തും മഞ്ഞളിപ്പ് രോഗമുണ്ട്, അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ മഞ്ഞളിപ്പുണ്ടെങ്കിൽ ബോറാക്സ്, മഗ്നീഷ്യം, 2 മഗ്നീഷ്യം, നല്ല ഇലയൊക്കെ പച്ച വരാനും അന്തരീക്ഷത്തു നിന്ന് സൂര്യപ്രകാശം വലിച്ചെടുക്കാനല്ലാന്ന് മഗ്നീഷ്യം നല്ല പച്ച കളറ് ഇലയൊക്കെ ആവും. അതേപോലെ ബോറാക്സ്, വേരിൻ്റെ അറ്റത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ബോറാക്സ് നല്ലതാണ്. അത് ബോറാക്സ്, ഇതിപ്പോൾ വേപ്പ് മണ്ണാക്കാണ്, പക്ഷെ ബോറാക്സും മഗ്നീഷ്യം 20 ഗ്രാം, ഇതുപോലെ 20 ഗ്രാം നമ്മൾ ഇത് ഇങ്ങനെ ഒരു ചെറിയ ചാല് പോലെ, വേര് കിട്ടുന്ന പോലെ ഒരു ചാലെടുത്ത് അതിലേക്ക് നമ്മൾ 20 ഗ്രാം ചുറ്റും ഇങ്ങനെ മഗ്നീഷ്യവും ബോറാക്സും 20 ഗ്രാം ഇട്ട് കൊടുക്കാം. അതിന് ശേഷം വേപ്പും പുണ്ണാക്ക്, ഇത് വേപ്പും പുണ്ണാക്ക് എല്ലാതരം അണുക്കളും നശിക്കാൻ നല്ലതാണ്. അതും നമ്മൾ ചുറ്റും ഇട്ട് കൊടുക്കുന്നു. ഇങ്ങനെ ചുറ്റും നമ്മൾ വേപ്പും പുണ്ണാക്കും ഇട്ട് കൊടുക്കുന്നു. ഇത് 200 ഗ്രാം മതി, നമുക്കൊരു കവുങ്ങിന് 200 ഗ്രാം മതി. ഇനി അതിന് ശേഷം ഞാൻ രാസവളം ഇടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കോമ്പിനേഷൻ യൂറിയ, അതുപോലെ ഫോസ്ഫേറ്റ് വളം കിട്ടുന്ന രാജ്ഫോസ്, അതുപോലെ പൊട്ടാഷ്, ഇതിൻ്റെ മിക്സ്ചർ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ചുറ്റും ഇതേപോലെ ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ കോമ്പിനേഷൻ വളം കിട്ടും, 20-20, 18-18, 11-11, അങ്ങനെ അത് ഇട്ട് കൊടുക്കുക. കൂടാതെ ഒരു 1/2 കിലോ പൊട്ടാഷ് കവുങ്ങിന്, ഇപ്പോൾ ചെറിയ തൈയാണെങ്കിൽ 250 ഗ്രാം മതി, മറ്റേതാണെങ്കിൽ 1/2 കിലോ നിർബന്ധമായിട്ട് പൊട്ടാഷ് ഒരു കവുങ്ങിന് ഇട്ട് കൊടുക്കണം. ഇനി അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ, വളം ഇട്ടതിന് ശേഷം നമ്മളൊന്ന് മെല്ലെ കളച്ച് കൊടുക്കണം. ഈ വളമൊക്കെ ഒന്ന് വേരിൻ്റെ ഇതാവാൻ ഒന്ന് ഇങ്ങനെ കളച്ച് കൊടുത്തതിന് ശേഷം, ഇതിപ്പോൾ രാസവളം ഇടുന്ന കാര്യമാണ്.
അതിന് ശേഷം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. ഇനിയിപ്പോൾ ജൈവവളം, ഞങ്ങളുടെ തോട്ടത്തിൽ ജൈവവളമാണ്. ഇതിപ്പോൾ കോഴിവളവും ആട്ടും കാഷ്ടും മിക്സ് ചെയ്തതാണ്. ഒരു കവുങ്ങിന് ഒരു അര വട്ടി, ഞങ്ങളിവിടെ ഇതിന് വട്ടി എന്ന് പറയും, ചില നാട്ടിൽ കൊട്ട എന്ന് പറയും. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കൊട്ടയിൽ അരക്കൊട്ട ജൈവവളം നമ്മളിങ്ങനെ ചുറ്റും വിതറി കൊടുക്കും. നമ്മളിങ്ങനെ വിതറി കൊടുക്കുന്നു. ഇനി ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതൊന്നുമല്ല മണ്ണിലേക്കൊന്ന് ചുറ്റും നമ്മളൊന്ന് കിളച്ചു കൊടുക്കും. ഇതിങ്ങനെ ചുറ്റും കിളക്കണം. ഇനി അതിന് ശേഷം നമുക്ക് ഈ പച്ചില വളം, തോല് എന്ന് പറയും, അത് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം, കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കവുങ്ങിൻ്റെ പട്ട അതുപോലെ എന്താ കിട്ടുന്നത് അത് ഇതിലേക്ക് ഇട്ട് ഒരു ബെഡ് പോലെ ആക്കാം. ഇപ്പോൾ ഇവിടെ തോലുള്ളത് കൊണ്ട് നമ്മളിത് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ എല്ലാ സ്ഥലത്തും വരുന്ന പോലെ നമ്മളിത് കട്ടിയായി നമ്മളെ ലഭ്യത അനുസരിച്ച് നമുക്ക് ചുറ്റും ഇതുപോലെ പച്ചിലത്തോല് വെക്കാം. ഇപ്പോൾ നമ്മളെ വളപ്രയോഗത്തിൻ്റെ ഇത് രാസവളം ഇട്ടാലും ഈ തോല് കിട്ടുന്നുണ്ടെങ്കിൽ നിർബന്ധമായി നിങ്ങളതിലിടണം. ഇനിയിപ്പോൾ അടുത്ത ഇതാണ്, നമ്മളിപ്പോൾ ഇവിടെ വാംകോ ഫാമിൽ ഫാം ഉള്ളത് കൊണ്ട്, പോത്ത് അതുപോലെ പശു എരുമ എല്ലാം ഉള്ളത് കൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ കാലിവളം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു, ഇതൊരു വട്ടി കാലിവളവും നമ്മൾ ചുറ്റും നമ്മളിത് ഇതേപോലെ എല്ലാ സൈഡും ചുറ്റും നമ്മൾ ഇടുന്നു. ഇപ്പോൾ നമ്മൾ ഒരു വർഷത്തിൽ, ഇത് നാടൻ കവുങ്ങിനാണ്, c-മംഗളക്ക് ഞാനിവിടെ എന്താ ചെയ്തത് അത് 4 പ്രാവശ്യമായിട്ട് നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ നാടൻ കവുങ്ങായതുകൊണ്ട് വർഷത്തിൽ ഒരു പ്രാവശ്യമാണ്, ഈ മഴ മാറിയ സമയത്താണ് നമ്മൾ സാധാരണ വളം പ്രയോഗിക്കുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞു രാസവളം ഇടുമ്പോൾ പൊട്ടാഷ് നിർബന്ധമായി ഇടണം. ഇനി വേറൊരു കാര്യം, ഇതിപ്പോൾ ജൈവ രീതിയിൽ ചെയ്യുന്നതാണെങ്കിൽ കൂടി ഞാൻ രാസവളം ഉപയോഗിക്കുന്നില്ല, എങ്കിൽ കൂടി പൊട്ടാഷ് 1/2 കിലോ ഒന്നുകിൽ ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ഇടാം, അല്ലെങ്കിൽ നമുക്കൊരു ഈ ഒക്ടോബർ മാസമൊക്കെ കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഉപയോഗിക്കാം. ഇനി ഏറ്റവും അവസാനം നമ്മളെന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, ഇതിപ്പോൾ എല്ലാ വളപ്രയോഗവും കഴിഞ്ഞു, ഇവിടെ കിട്ടുന്ന വേസ്റ്റ്, ഇതുപോലെയുള്ള വേസ്റ്റൊക്കെ ഇതിൻ്റെ മേലെ നമ്മളെല്ലാം ഇങ്ങനെ കൊത്തിയിട്ട് ഇതിവിടെ ഒന്ന് ചവിട്ടി ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്രാവശ്യത്തെ വളപ്രയോഗം ഒരു കവുങ്ങിന് കഴിഞ്ഞു. ഇത് ഞാൻ കാണിച്ച രീതി പിന്തുടരുക. ആദ്യം കുമ്മായം കളച്ചു കൊടുക്കുക, അതിന് ശേഷം രാസവളമാണെങ്കിൽ രാസവളം, ജൈവവളമാണെങ്കിൽ ജൈവവളം എല്ലാം മണ്ണുമായി മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ കാലിവളം വെക്കുക, അല്ലെങ്കിൽ പച്ചില വളം ഉപയോഗിക്കുക. ഏറ്റവും ലാസ്റ്റ് നമ്മളെ പാള അതുപോലെയുള്ള ഞങ്ങൾ മാച്ചിപ്പട്ട എന്ന് പറയും, കവുങ്ങിൻ്റെ ഇത് ഒലി, അതൊക്കെ കൊത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല ബെഡ് പോലെയായി. ഇനിയിപ്പോൾ അടുത്ത വർഷം ഇത് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് മണ്ണരയും അതുപോലെയുള്ള ഇത് കാണും. അതിന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളെല്ലാ വളപ്രയോഗം എല്ലാം നടത്തി അതിന് ശേഷം ഇതെന്താ സംഭവിക്കുന്നത്, അടുത്ത വർഷം നമ്മൾ വളമിടാൻ വരുമ്പോൾ ഈ കവുങ്ങിൻ്റെ ചോട് നിങ്ങൾ നോക്ക്, ഇതിപ്പോൾ കുറച്ച് പുല്ലൊക്കെ വന്നു. നമ്മളിതൊക്കെ ഇതപ്പോൾ ഈ പുല്ലൊക്കെ നമ്മൾ മാറ്റുമ്പോൾ നോക്ക്, ഇത് കഴിഞ്ഞ വർഷം വളമിട്ടതിന് ശേഷം ഇത് ഇപ്രാവശ്യം വളമിടാനുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ചോട് നോക്ക്, ഇത് നല്ല ജൈവ രീതിയിൽ ഇതിൻ്റെ അകത്ത് മണ്ണിരയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിൽ മണ്ണിര ഇതില്ല, മണ്ണിര അവിടെ ഉണ്ട്. എനിക്ക് കയ്യിൽ പിടിക്കാനൊരു മടി കൊണ്ട് ഞാനത് എടുത്തില്ല. ഇതിൽ മണ്ണിരയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ജൈവ രീതി പിന്തുടരുമ്പോൾ നമുക്ക് ചെയ്യാം. പിന്നെ പൊട്ടാഷ് ഇട്ട് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും മണ്ണിരൊക്കെ ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കവുങ്ങിൽ നമുക്ക് ഒരസുഖവും വരില്ല. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വളം ഒരു കവുങ്ങിന് ചെയ്യേണ്ടത്. c-മംഗള, അതായത് കുള്ളൻ മംഗള ആകുമ്പോൾ അത് കുറച്ച് ഹൈബ്രിഡ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ ക്വാണ്ടിറ്റി വളം, രാസവളമാണെങ്കിൽ ജൈവവളമാണെങ്കിലും 4 പ്രാവശ്യം ഇടാം. പിന്നെ നിങ്ങൾ ചോദിക്കും 4 പ്രാവശ്യം കുമ്മായം
ഉപയോഗിക്കണമെന്ന് അതിൻ്റെ ആവശ്യമില്ല. ഒറ്റ പ്രാവശ്യം മാത്രം കുമ്മായം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ തീർച്ചയായും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പറ്റുമെങ്കിൽ കൂടുതൽ കവുങ്ങ് കൃഷി ചെയ്യുന്ന ആൾക്കാരെ കൂടി സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചാൽ നമ്മളുടെ വരും വീഡിയോയിൽ ഇതുപോലെ കൃഷിക്കാർ എന്താണെന്ന് ആഗ്രഹിക്കുന്ന അത്തരം വീഡിയോ നമ്മൾ ഇതിലിടുള്ളൂ. അപ്പോൾ അവർക്കും കൂടി അതൊരു ഉപകാരമായി മാറും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞു.